2020 അനിൽ അംബാനി ബാങ്ക്രപ്സി ഫയൽ ചെയ്തിരുന്നു. ഒരാൾ ബാങ്ക്രപ്സി ഫയൽ ചെയ്യുന്നത് ആളുടെ കയ്യിൽ ഫിനാൻഷ്യലി ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ആൻഡ് 2020 ബാങ്ക്രപ്സി ഫയൽ ചെയ്യുന്ന ടൈമിൽ അനിൽ അംബാനിക്ക് ഉണ്ടായിരുന്നത് 20,000 കോടി രൂപയുടെ കടങ്ങളായിരുന്നു. അത് തിരിച്ചടയ്ക്കാനുള്ള കാശും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. അനിൽ അംബാനിയുടെ നെറ്റ്വർത്ത് വീണ്ടും ബില്യൺസിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ വെറും 5 വർഷം കൊണ്ട് ബാങ്ക്രപ്റ്റ് ആയ ആള് എങ്ങനെ വീണ്ടും ബില്യൺസിന്റെ നെറ്റ്വർത്തിലേക്ക് എത്തിയെന്നല്ലേ പറഞ്ഞുതരാം. അതിനു മുമ്പ് ബിസിനസ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് ഇൻഡസ്ട്രി ഫോളോ ചെയ്യാൻ മറക്കണ്ട. അനിൽ അംബാനിക്ക് 2 മക്കളുണ്ട്, ജയൻമോലും ജയൻഷുലും. ഇവർ രണ്ടുപേരും ഫാമിലി ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. ആൻഡ് ജോയിൻ ചെയ്തതിന് ശേഷം അവർ ചെയ്ത ആദ്യത്തെ കാര്യം ഇവരുടെ ബിസിനസ്സിലുള്ള എല്ലാ കടങ്ങളും പതിയെ വീട്ടാൻ തുടങ്ങി. നിങ്ങൾ ഓർക്കുക, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആളുടെ കമ്പനിക്കോ ഉള്ള കടങ്ങൾ അവർക്ക് റീപേ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി വീണ്ടും കൂടും. ആളുകൾ അവരിൽ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം അവർ ചെയ്തത് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫോർമാറ്റ് അങ്ങ് മാറ്റി. ആൻഡ് ഇതിൽ നിന്ന് അവർക്ക് ബെറ്റർ ഔട്ട്പുട്ടും ലഭിച്ചു. പതിയെ റിലയൻസ് പവറിന്റെയും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെയും ഷെയർസ് കൂടാൻ തുടങ്ങി. അങ്ങനെ അനിൽ അംബാനിയുടെ നെറ്റ്വർത്ത് വീണ്ടും ബില്യൺസിലേക്ക് എത്തി. നിങ്ങളും ഒരു സിറ്റുവേഷൻ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കീപ് വർക്കിംഗ്, എന്തെങ്കിലും ഒരു ദിവസം ബെറ്റർ ഔട്ട്പുട്ട് ലഭിച്ചിരിക്കും.